ബ്രഹ്മസൂത്രം 4-ാമത്തെ പേജ്. നിങ്ങളുടെ യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയണോഹോ എന്നുള്ള ഭാഷ്യഭാഗം കഴിഞ്ഞു. അവിടെയും മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ അധ്യാസം എവിടെയാണ് സ്വീകരിക്കുന്നത്. കണ്ട എല്ലാ സ്ഥലത്തും കയറി അധ്യാസം സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അദ്വൈത സിദ്ധിയുടെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കുറെയൊക്കെ മറ്റുള്ളവർ മാനിച്ചാ പോകുന്നത്. അതായത് ഭൂതലത്തിലെ ഘടത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെയും താദാത്മ്യ അധ്യാസം എന്നൊന്നുമില്ല. ഭൂതലത്തിലെ ഘട സംയോഗ സംബന്ധത്തില്, കപാലത്തിലെ ഘടം സമവായ സംബന്ധത്തിൽ. ഓക്കെ, അത് ഒഴിച്ചിട്ട് മാത്രമാണ് ഭ്രമസ്ഥലത്തെ എടുത്തിട്ട് ആധ്യാത്മിക സംബന്ധം പറയുന്നത്. ഇനി ദാഷ്ടാന്തിക സ്ഥലത്ത് കയറിലെ സർപ്പം പോലെ തന്നെ വൃത്തിയിലെ ഘടവും വൃത്തിയിലെ ഘടവും ഇതെല്ലാം തന്നെ കൽപ്പിതമായി മാറും. എവിടെ? ബ്രഹ്മത്തില്. അത് ദാഷ്ടാന്തിക സ്ഥലം. അതേപോലെ തന്നെ ചില സ്ഥലത്ത് ഭേദസഹിഷ്ണു അഭേദം എന്നുള്ള താതാത്മ്യം, ഭേദസഹിഷ്ണു അഭേദത്തെ നമ്മൾ താതാത്മ്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവരുടെ ഭേദസഹിഷ്ണു അഭേദത്തെയും സിദ്ധാന്തി ചില സമയത്ത് ആന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് പ്രക്രിയക്ക് അനുസരിച്ച് ഭേദമുണ്ട് അഭേദമുണ്ട് എങ്കിലൊക്കെ വിഷയമൊന്നുമില്ല എന്ന് പറയും. നമ്മൾ ഈശാവാസ്യത്തിലെ മറ്റോ ഭാസ്കരാദി മതാനുസാരം ഭേദാഭേദം എന്ന് പറഞ്ഞല്ലായിരുന്നോ? ഭാട്ടമതത്തിനനുസരിച്ചൊക്കെ ചില സ്ഥലത്ത് എവിടെയാണോ അന്വയിക്കേണ്ടത് അവിടെ മാത്രമാണ് ഈ താതാത്മ്യ വ്യത്യാസം കൊണ്ട് തെറ്റ് അന്വയിച്ചു. അതായത് കണ്ടിടത്തെല്ലാം താതാത്മ്യം എന്ന് ഞങ്ങൾക്ക് നിയമമില്ല എന്ന് മനസ്സിലാക്കി. അതൊന്നും ഇവിടെ ഇല്ല. ഇന്ന് നിങ്ങളുടെ ടീക്ക വരികയാണ്. ലോകെ ശുക്തൗ ഇതം രജതം ഇതി ഭ്രമഃ. ശുക്തിയിലെ രജതഭ്രമം എന്ന് അറിയാം, അത് ശുക്തിയിലെ ആയിരിക്കും എന്നുള്ളത്. സത്യരജതേ ഇതം രജതമിതി അധിഷ്ഠാന സാമാന്യ ആരോപ്യ വിശേഷയോർ ഐക്യപ്രമാഹിത. അതായത് ഐക്യപ്രമയുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഐക്യഭ്രമം നടന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ഐക്യപ്രമ എവിടെയാ? ഐക്യം എവിടെയാണ് ഐക്യം കാണുന്നത്? ഇതവും രജതവുമായിട്ട്. എവിടെ? പ്രമാസ്ഥലത്തും ബ്രഹ്മസ്ഥലത്തും. രണ്ട് സമാനല്ലേ? അപ്പൊ പറയാണ്, ഇവിടെ ഇപ്പോൾ ഇതം രജതം എന്ന് നിങ്ങൾക്ക് ഐക്യഭ്രമം ഉണ്ടാവണമെങ്കിൽ എവിടെയോ നിങ്ങൾ ഇതം രജതം എന്ന് വിഷയത്തെ പ്രമാവിഷയമായിട്ട് ഗ്രഹിച്ചിരുന്നു. ഇതാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സത്യരജതേ, എവിടെയോ ഇരിക്കുന്ന സത്യമായിരിക്കുന്ന രജതത്തിൽ. രജതം എന്താണ്? രജതം എന്നുള്ള വസ്തു എന്താ? ശരിക്കുള്ള കടയിലിരിക്കുന്നു. ആ, ഇത് സംഭവം പദാർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാണിത്. ഓക്കെ, ആപണസ്ഥമായിരിക്കുന്ന രജതമാണ് വാസ്തവ രജതം. ആപണസ്ഥിതം ആപണസ്ഥം എന്ന് പറഞ്ഞാൽ കടയിലിരിക്കുന്ന വെള്ളി. ഈ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ കടയിലെങ്കിലും കാണാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആപണസ്ഥം രജതം എന്നൊക്കെ പറയുന്നത്. ഞാൻ ആരും സംശയം ഉന്നയിക്കണ്ട. അന്നേരം പറയാണത്, സത്യരജതത്തില് ഇതം രജതമിതി അധിഷ്ഠാന സാമാന്യ ആരോപ്യ വിശേഷയോർ. ഒന്ന് അധിഷ്ഠാനമായിരിക്കുന്ന സാമാന്യം ഇതം. ഇത് ബ്രഹ്മസ്ഥലത്തെ എടുത്ത് കാണിച്ചിട്ട് പ്രമാസ്ഥലത്ത് മനസ്സിലാക്കിക്കോളും. ബ്രഹ്മസ്ഥലത്ത് സാമാന്യമായിരിക്കുന്ന അധിഷ്ഠാനമായിരുന്നു ഇതം. അവിടുത്തെ ആരോപ്യ വസ്തുവായിരുന്നു രജതം. ആരോപിക്കപ്പെട്ട വസ്തുവിനെ നമ്മൾ ആരോപ്യ വസ്തു എന്ന് പറയും. അപ്പോൾ ബ്രഹ്മസ്ഥലത്തിലുള്ള അധിഷ്ഠാനവും ഉണ്ട്, ഒരു ആരോപ്യ വസ്തുവുണ്ട്. പക്ഷെ ഇവ രണ്ടും വാസ്തവമായിട്ടിരിക്കുന്ന സ്ഥലമാണ് പ്രമാസ്ഥലം. എവിടെ? രജതത്തിലെ രജത ബുദ്ധി ഉണ്ടാകുന്ന സ്ഥലം. ഇവയുടെ വിശേഷയോർ ഐക്യപ്രമ, യഥാർത്ഥ ജ്ഞാനം. ഈ ഐക്യപ്രമയാൽ ആഹിതം എന്ന് പറഞ്ഞാൽ ജനിച്ചിരിക്കുകയാണ് എന്ത്? സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രമാജന്യമായിരിക്കും സംസ്കാരം ഉത്പന്നമായി. ഈ എല്ലാ ഭ്രമങ്ങൾക്കും പൂർവ്വത്തിൽ സംസ്കാരം ഉണ്ടായിരിക്കണം. സംസ്കാരജന്യമായിട്ടാണ് ഭ്രമം വരുന്നത്. അന്നപ്പോൾ ശുക്തിയിൽ ഒരു രജതം എന്നുള്ള ഭ്രമം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥ ശുക്തിയില് ശുക്തിയിൽ രജത ഭ്രമത്തിനായിട്ട് യഥാർത്ഥ രജതത്തില് രജത ബുദ്ധി ഉണ്ടായിട്ടുണ്ട്. ആ രജത ബുദ്ധി എന്ന സംസ്കാരമാണ് ശുക്തിയിലെ രജത ബുദ്ധിക്ക് കാരണം. ഇതാണ് പറയുന്നത്. സംസ്കാരജന്യോ ദൃഷ്ട. എവിടെ കാണപ്പെട്ടു? ശുക്തിയിലെ രജതസ്ഥലം. അതുകൊണ്ട് ഇതി അത്രാപി, ഇവിടെയും ആത്മനി അനാത്മ അഹങ്കാരാധ്യാസേ പൂർവപ്രമാവാച്യ. ആത്മാവിലെ അനാത്മവസ്തുവായിരിക്കുന്ന അഹങ്കാരാദികളെ അധ്യസിക്കണമെങ്കിൽ പൂർവപ്രമ ഉണ്ടായിരിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞാല് അന്ധക്കരണവും ചേതനും താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് അഹങ്കാരം എന്ന് പറയാറ്. ഇവിടെ ഇപ്പോൾ ആത്മാവിൽ അഹങ്കാര അധ്യാസം ഉദ്ദേശിച്ചത് അന്ധക്കരണ അധ്യാസം എന്നുള്ള അർത്ഥത്തിലാണ്.
ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായിരിക്കണം, ഇതെവിടെയാണ് പ്രയോഗിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു പരമ്പരയുണ്ട്, എങ്ങനെയാണ് അധ്യാസം വന്നിരിക്കുന്നത് എന്നുള്ളത്. ശുദ്ധ ചൈതന്യത്തിൽ ശുദ്ധ ചൈതന്യത്തിൽ അവിദ്യ അധ്യസ്ഥമെന്നോ, അവിദ്യ എന്നുള്ള മായ അവിദ്യ ഒരേ വസ്തുവാണ്, രണ്ട് അസ്തിത്വമില്ല. ഏവമേവൈഷ മായ സ്വഭ്യതിരിക്താനി പരിപൂർണാനി ക്ഷേത്രാണി ദർശയിത്വ മായാ ചവിദ്യാജ സ്വയമേ ഭവതി എന്ന് നിർസഹ ഉത്തരതാപ നിപനിഷത്തിലെ മന്ത്രത്തെ എടുത്തിട്ടാണ് നമ്മൾ മായാവിദ്യ അഭേദം പറയാറ്. ഇല്ല, ഈശ്വരൻ ഒരാൾ വേറെയുണ്ട്, ജീവൻ ഒരാൾ വേറെയുണ്ട്, ഇതൊക്കെ ആരംഭത്തിൽ രണ്ടായി കാണുന്നതാണ്. ഒറ്റ ഉപാധിയിൽ പ്രതിബിംബിച്ചവൻ ജീവനും ബിംബിച്ചവൻ ഈശ്വരനും, ബിംബ പ്രതിബിംബങ്ങളിൽ വിലക്ഷണനായിക്കൊണ്ട് ശുദ്ധബ്രഹ്മവും, അഥവാ ശുദ്ധബ്രഹ്മം ബിംബവും ജീവനും ഈശ്വരനും ഒരേപോലെ പ്രതിബിംബവും, ഇങ്ങനെയുള്ള നിരവധി പ്രക്രിയ നിങ്ങൾക്ക് വരാനുണ്ട്. പ്രക്രിയ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് വേണം ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, ആത്മാവിലെ അന്ധക്കരണ അധ്യാസ സ്ഥലത്തും പൂർവ്വത്തിൽ എന്ത് വേണ്ടിയിരുന്നു, പ്രമാ വേണം, പ്രമാജന സംസ്കാരം വേണം. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, പൂർവ്വത്തിൽ പ്രമയുണ്ടാവണമെങ്കിൽ പ്രമാ വിഷയം വാസ്തവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ധക്കരണവും വാസ്തവമായിരിക്കും. ആയതിനാൽ ജഗത്ത് മൊത്തം മിഥ്യ അല്ല എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പിറകിലുള്ള വശം മനസ്സിലാവണമെങ്കിൽ നമ്മൾ എത്രയോ കാലം ഹയർ ടെക്സ്റ്റ് കൈകാര്യം ചെയ്യണം. ഇവരുടെ ഉദ്ദേശം എന്താണ്, അത് വെച്ചിട്ട് ഇത് ഹയർ ടെക്സ്റ്റിന്റെ നിലവാരത്തിൽ അതിൽ ടീക്ക മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ അനുമാന പ്രയോഗം നടത്തിക്കൊണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇവർക്ക് അതായത് നമ്മുടെ പൂർവ്വാചാര്യന്മാർക്ക് ഇതിൽ തന്നെയായിരുന്നു ചിന്തനം പരിചിന്തനം. അതുകൊണ്ട് സംഭവങ്ങളൊക്കെ മാലപ്പടകം പോലെ വന്നുകൊണ്ടിരിക്കൂടെ. നമ്മൾ നിന്ന് കറങ്ങി നിൽക്കുന്ന നേരം ഇവിടെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഹയർ ടെക്സ്റ്റ് അദ്വൈസിദ്ധി സിദ്ധാന്ത ബിന്ദു ഖണ്ഡന ഇങ്ങനെ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഇവിടെ പിന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, വായിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ദൂരമുണ്ട് ഇതിലെ പങ്ക്തി മനസ്സിലാക്കാനെന്ന് അർത്ഥം. അല്ലെങ്കിൽ തുമ്പച്ച ഹോ വെക്കണം എന്ന രീതിയിൽ വെക്കാനേ പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാതെ പോകും. അത്രയും ദൂരത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് അത്രയും ഒരു 10-15 വർഷത്തെ പ്രയത്നം ഇതിലുണ്ടെങ്കിലേ ഇവർ പറഞ്ഞ സാധനം മനസ്സിലാക്കുള്ളൂ. അത് മാത്രമല്ല, അതോടുകൂടി ന്യായസിദ്ധാന്ത മുക്താലി വരെ പഠിച്ചിരിക്കണം, അതും ദിനകരി എന്നുള്ള ടീക്കയോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. സാച നമ്മള് ഒരു കാര്യം പറഞ്ഞു, ഇതിന്റെ ഹൈറാർക്കി പരസ്പര വൺ ടു അനദർ സംബന്ധം പറഞ്ഞു പോവുകയാണ്. നിത്യശുദ്ധ ബുദ്ധമുക്തനിൽ നിങ്ങൾക്ക് അവിദ്യ അധ്യസിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ ഈശ്വരനിൽ അവിദ്യ അധ്യസിച്ചു എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. 2 അധ്യായം അധ്യസിച്ചിരുന്നതായിട്ട് വെക്കാറുണ്ട്. അതായത് അവിദ്യ എവിടെയാണ്, അവിദ്യയുടെ ആശ്രയം എവിടെയാണെന്നുള്ളതിന് 2 അധ്യായം ഉണ്ട്. ശുദ്ധചൈതന്യത്തിലാണെന്നോ അല്ലെങ്കിൽ ഈശ്വരനാണെന്നോ പറയാം. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ അടുത്തത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിദ്യ ഉപഹിത ചൈതന്യത്തിൽ അല്ലെങ്കിൽ അവിദ്യ അവച്ഛന ചൈതന്യത്തിൽ അവിദ്യ അധ്യസ്ഥമായി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പങ്ക്തി വരും. അതിനുശേഷം അവിദ്യായുക്തനായിരിക്കുന്ന ചൈതന്യത്തിന്റെ അധ്യാസമാണ് അന്ധക്കരണത്തിൽ നടക്കുക. ഇനി അവിദ്യായുക്ത അന്ധക്കരണയുക്ത ചൈതന്യത്തിന്റെ അധ്യാസമാണ് ഇന്ദ്രിയങ്ങളിൽ നടക്കുക. അവിദ്യായുക്ത അന്ധക്കരണയുക്ത ഇന്ദ്രിയങ്ങളുടെ അധ്യാസമാണ് ശരീരത്തിൽ നടക്കുക. ഈ ശരീരത്തിൽ നമുക്ക് അധ്യാസം ഓരോരോ ജന്മത്തിൽ മാത്രമേ ഉള്ളൂ, കാരണം ഓരോ ജന്മത്തിലും ശരീരം ഭിന്നമാണ്. പക്ഷേ ഈ സ്ഥൂല ശരീരത്തിന്റെ പിറകിൽ ഒരു ലിംഗശരീരം എന്നുള്ള 17 കലകളോട് കൂടിയിരിക്കുന്ന ഒരു വസ്തുണ്ട്. അതിനുള്ള അധ്യാസം അനാദിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും സാധ്യമായിട്ടൊക്കെ ഗണിക്കും, കാരണം ജീവനെ പല സ്ഥലത്തും ചിത്രീകരിക്കുന്ന സമയത്ത് അനാദിയായിട്ട് പോലും സാധ്യമായിട്ട് കാണാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പിൽക്കാലത്ത് പഠിക്കാം. ഇനി ഇവിടെ നോക്കിയോ, സാച ആത്മാനാത്മനോർ വാസ്തവൈക്യം അപേക്ഷതേ. ഈ സാച പ്രമ, ഈ ഒരു പ്രമ, അതായത് ഘടത്തിലെ പ്രമ എന്ന് പറഞ്ഞാൽ ഘടത്വ അവച്ഛിന്ന ഘടത്തിനെ അറിയുകയാണ്. ഘടത്തിനെ ഘടത്വനെ അറിയുന്നതാണ് ഘടപ്രമ. എന്നപ്പോൾ താദൃശ വസ്തു ഉണ്ടെങ്കിൽ, ഘടത്തിലെ ഘടത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഘടത്വാവച്ഛിന്ന ഘടത്തെ നമുക്ക് കാണുന്ന സമയത്ത് ഘടത്വ വിശിഷ്ട ഘടത്തിന്റെ പ്രമ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രമ ഉണ്ടാവണമെങ്കിൽ വസ്തു ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഘടത്വ വിശിഷ്ട ഘട വസ്തുവിന്റെ പ്രമ ഉണ്ടാവണമെങ്കിൽ ഘടത്വ വിശിഷ്ട ഘടമായിരിക്കുന്ന വസ്തു ഉണ്ടായിരിക്കണം. അങ്ങനെ ഇരിക്കെ അന്ധക്കരണ വിശിഷ്ട ആത്മാ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജ്ഞാനം പ്രമേയാവത്തുള്ളൂ. ഏത് ജ്ഞാനം? അന്ധക്കരണ വിശിഷ്ട ചേതനന്റെ ജ്ഞാനം പ്രമേയാവണമെങ്കിൽ അന്ധക്കരണ വിശിഷ്ട ചേതന ഉണ്ടായിരിക്കണം. പക്ഷേ നഹി തദസ്തി, അങ്ങനത്തെ ഒരു വസ്തുവില്ല. അന്ധക്കരണ വിശിഷ്ട ചേതന നിലനിൽക്കുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് അന്ധക്കരണ വിശിഷ്ട ചേതനന്റെ ജ്ഞാനം ഉണ്ടാവുകയും പ്രമേയം ഉണ്ടാവുകയും
ആ പ്രമയിൽ നിന്ന് സംസ്കാരം ഉണ്ടാവുകയും ആ സംസ്കാരത്തിൽ നിന്ന് ഭ്രമം ഉണ്ടാവണമെങ്കിൽ പിറകിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുവിശിഷ്ട ജ്ഞാനം പ്രമ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ വസ്തു എന്താണ്? ഐക്യമാണ്. എവിടെ? ആത്മാനാത്മനോ ഒരു ഐക്യം. അങ്ങനെ സംഭവിക്കത്തില്ല എന്നിരിക്കെ എവിടെ നിന്നാണ് ഐക്യവിഷയക ജ്ഞാനം പ്രമേയാവുന്നത്? പ്രമേയില്ലെങ്കിൽ എവിടെ നിന്നാണ് തജ്ജന് സംസ്കാരം ഉണ്ടാവുന്നത്? സംസ്കാരം ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് ഭ്രമം ഉണ്ടാവാൻ പോകുന്നത്? അതുകൊണ്ട് ഇവിടെ ഞാൻ എന്നുള്ള നമ്മളുടെ ബുദ്ധി ഉണ്ടല്ലോ, ഇവിടെ അന്ധക്കരണത്തിലെ ഞാൻ എന്നുള്ള ബുദ്ധി, അത് അന്ധക്കരണം ചേതനവും തമ്മിലെ താതാത്മ്യ അധ്യാസം നടന്നിട്ടുള്ളതാകുന്നു എന്ന് പറയും. പക്ഷെ ഈ അധ്യാസം നടക്കണമെങ്കിൽ യഥാർത്ഥ സംബന്ധം ഉണ്ടായിരിക്കണം. ആയതുകൊണ്ട് ഇതിന് നിങ്ങൾ എങ്ങനെ ഭ്രമം എന്ന് പറയും? നതദസ്തി. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെയുള്ള ഈ ജ്ഞാനത്തെ നമുക്ക് ഭ്രമം എന്ന് പറയാനേ പറ്റത്തില്ല. അതുകൊണ്ട് പ്രമ എന്ന് പറഞ്ഞു എന്നാണ് പൂർവപക്ഷി പറയുന്നത്. പൂർവപക്ഷി പ്രശ്നം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അനുമാന പ്രയോഗം നടത്താണ്. തഥാഹി, അത് എപ്രകാരം എന്നാണെങ്കിൽ, ആത്മാനാത്മാനൗ ഐക്യശൂന്യൗ പരസ്പര ഐക്യ അയോഗ്യത്വാത് തമപ്രകാശവത് ഇതി മത്വാ. തമസും പ്രകാശവും, തമസ് ഇരുട്ട്, പ്രകാശം പ്രകാശം തന്നെ, അവ തമ്മിൽ പരസ്പര ഐക്യ അയോഗ്യവും എന്ന് അന്വയിച്ചോ. തമസും പ്രകാശവും തമ്മിൽ പരസ്പര ഏകത്വം പ്രാപിക്കുമോ? തമസിനെ പ്രകാശമായിട്ടോ പ്രകാശത്തെ തമസായിട്ടോ കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. ആ വസ്തുക്കൾ ഒരിക്കലും പരസ്പരം ഏകത്വം പ്രാപിക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റി? പരസ്പര ഐക്യ അയോഗ്യമായതിനാൽ ആ തമപ്രകാശങ്ങളിൽ പരസ്പര ഐക്യ അയോഗ്യത്വം എന്നുള്ള ഹേതു വരുന്നു. ഇനി എന്താ നോക്കേണ്ടത്? സാധ്യം നോക്ക്. ഐക്യശൂന്യത്വം എന്നുള്ളതാണ് സാധ്യം. പരസ്പരം ഐക്യമുണ്ടോ? ഇല്ല. ആര് തമ്മിൽ? തമസും പ്രകാശവും തമ്മിൽ. അവിടെ ഐക്യശൂന്യത്വം ഇരിക്കുകയോ? ഇതാണ് നിങ്ങളുടെ സാധ്യം. ഐക്യശൂന്യത്വമാണ് നിങ്ങളുടെ സാധ്യം. അപ്പോൾ തമസിലും പ്രകാശത്തിലുമായിട്ട് സാധ്യമായിരിക്കുന്ന ഐക്യശൂന്യത്വം കിട്ടിയതിനാൽ ഇനി നിങ്ങളുടെ വ്യാപ്തി സിദ്ധിച്ചു. വ്യാപ്തി എന്തായിരിക്കും? എത്ര എത്ര പരസ്പര ഐക്യ അയോഗ്യത്വം തത്ര എത്ര ഐക്യശൂന്യത്വം. എവിടെയാണോ ഐക്യത്തിന് യോഗ്യത ഇല്ലാത്തത് അവിടെ ഐക്യത്തിന്റെ അഭാവം ഉണ്ടായിരിക്കും. ഏതുപോലെ? തമപ്രകാശങ്ങൾ പോലെ. ഇനി നിങ്ങളുടെ ആത്മാനാത്മാനോ, ഇതാണ് പക്ഷം. രണ്ടും കൂടി ചേർത്തിട്ടാണ് പക്ഷം ഉള്ളത്. അവിടെ പരസ്പരം ഐക്യയോഗ്യത ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഐക്യമില്ല. ഐക്യയോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐക്യമില്ല. ഐക്യശൂന്യവും. ഐക്യശൂന്യങ്ങളായ സ്ഥിതിക്ക് നിങ്ങൾക്കിനി അന്ധക്കരണമായിരിക്കുന്ന അനാത്മാവും ആത്മാവും തമ്മിൽ ഒരിക്കലും ഐക്യം കിട്ടത്തില്ല, വസ്തു കിട്ടത്തില്ല. വസ്തു യഥാർത്ഥത്തിൽ കിട്ടാത്തത് കൊണ്ട് തദ്വിഷയക ജ്ഞാനത്തെ പ്രമ എന്ന് പറയാൻ പറ്റത്തില്ല. യഥാർത്ഥ വസ്തു വിഷയക ജ്ഞാനമാണ് പ്രമ. യഥാർത്ഥമായിരിക്കുന്ന വസ്തുവിനെ വിഷയീകരിക്കുന്ന ജ്ഞാനം പ്രമ. ഇവിടെ ഇപ്പോൾ പ്രമ കിട്ടത്തില്ല. എന്തുകൊണ്ടാ? അതിനനുകൂലമായ വസ്തുവില്ല. ഏത് വസ്തു? ഐക്യവസ്തു. ഏത് തമ്മിൽ ഐക്യം? അന്ധക്കരണവും ആത്മാവും തമ്മിലുള്ള ഐക്യം. മനസ്സിലായോ? ആയതിനാൽ ഇനിയിപ്പോൾ തജ്ജന് സംസ്കാരമില്ല. സംസ്കാരമില്ലാത്തത് കൊണ്ട് സംസ്കാരജന് ഭ്രമം ഉണ്ടാകത്തില്ല. ആയതിനാൽ ഇവിടെ അഹം എന്നുള്ള ബുദ്ധി ഭ്രമമല്ല കുട്ടികളെ എന്നാണ് സിദ്ധാന്തിയാണ് പൂർവപക്ഷിയാണ് പറയുന്നത്. ഇവിടെ പൂർവപക്ഷി പൂർവപക്ഷി രണ്ടുണ്ട്. പൂർവപക്ഷി പൂർവാക്ഷി എന്നും പറഞ്ഞേക്കരുത്. ടീക്കേ. ഇത് മത്വ എന്ന് ആലോചിച്ചും കൊണ്ട് ഹേതുഭൂതം വിരോധം. ഇവിടെ പരസ്പര ഐക്യയോഗ്യാത് എന്നുള്ള ഹേതു ഉണ്ടല്ലോ, അത് വിരോധത്തെ പ്രകടീകരിച്ചതാണ്. ഐക്യശൂന്യം പ്രതികളെ കാരണമാണ് പരസ്പര വിരോധം. ഈ ഒരു വിരോധത്തെ എങ്ങനെയൊക്കെ കാണിക്കുന്നത്? വസ്തുതഃ പ്രതീതതോ വ്യവഹാരതശ്ച സാധയതി. ആ വിരോധം തന്നെ മൂന്ന് വിധത്തിലാക്കാം. വസ്തുതഃ വിരോധം ആര് തമ്മിൽ? ആത്മാനാത്മാക്കൾ തമ്മിൽ. ആത്മാനാത്മാക്കൾ തമ്മിൽ വിരോധമുണ്ട്. എങ്ങനെ? പരസ്പര സ്വരൂപത്തിലുള്ള വിരോധമാണ് വസ്തുതഃ വിരോധം. പ്രതീതിതോ വിരോധം, പ്രതീതിയെ ഉൾക്കൊണ്ടുകൊണ്ട് വിരോധമുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഭാഷ അന്വയിക്കുന്നേരം പറഞ്ഞതാണ്. ഇനി ടീക്കയുടെ കുറെ മുന്നോട്ട് പോയിട്ട് ഈ കാര്യം വിവരിച്ചു തരാം. വ്യവഹാരതശ്ച, ഈ വ്യവഹാര പദ ഭാഷ്യത്തിലെ യുഷ്മദസ്മത് പ്രത്യയ കഴിഞ്ഞു. ഗോചര ശബ്ദത്തിന്റെ അർത്ഥമാണ് വ്യവഹാരം. ഇതാണ് ടീക്കയിൽ കാണുന്നത്. വ്യവഹാരതശ്ച, വ്യവഹാരത്താലും കിമസ്തി? വിരോധം. ഹേതുഭൂതം വിരോധം സാധയതി. അവ ഏകമാവാതിരിക്കാൻ, ആത്മാനാത്മാക്കൾ തമ്മിൽ ഏകമാവാതിരിക്കാനുള്ള മൂന്ന് കാരണമുണ്ട്. ആത്മാനാത്മാക്കൾ തമ്മിൽ ഏകമാവാതിരിക്കാനുള്ള കാരണമാണ് വിരോധം, പരസ്പര വിരോധം. ആ വിരോധത്തെ നമ്മൾക്ക് മൂന്ന് വിധത്തിൽ കാണാം. വസ്തുതഃ വിരോധം, പ്രതീതോ വിരോധം, പിന്നെ
ഗോചരം എന്ന് പറഞ്ഞാൽ വ്യവഹാരം, വ്യവഹാരത്തിലുള്ള വിരോധം. ഇപ്രകാരം വിരോധം നിലനിൽക്കുന്നത് കൊണ്ട് എന്ത് കിട്ടത്തില്ല? ഐക്യം കിട്ടത്തില്ല. ഐക്യം പ്രതിയാണ് വിരോധം. ഐക്യം വരാതിരിക്കാനുള്ള കാരണമാണ് ഇവിടെ വിരോധം. വിരോധം 3 വിധത്തിൽ നിൽക്കുന്നത് കൊണ്ട് യുഷ്മദ് അസ്മത് വിഷയങ്ങൾ തമ്മിൽ ഒരിക്കലും ഐക്യം സംഭവിക്കത്തില്ല. ഐക്യം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഐക്യജ്ഞാനം പ്രമേയാവത്തില്ല. പ്രമ ജനിച്ചില്ലെങ്കിൽ പ്രമാജന സംസ്കാരമില്ല. പ്രമാജന സംസ്കാരമില്ലെങ്കിൽ ഭ്രമ ഉത്പന്നമാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഒരു വസ്തുവും അധ്യാസമല്ല. എവിടുന്നാണ് അധ്യാസം തുടങ്ങുന്നത്? ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നല്ലേ. ഞാൻ തന്നെ ഇവിടെ അധ്യസ്ഥ വസ്തുവല്ലല്ലോ. പിന്നെന്തിനാണ് ജഗത്ത് മൊത്തം അധ്യസ്ഥം എന്ന് പറഞ്ഞിറങ്ങുന്നത് നിങ്ങൾ? ഇതിനെ സാധിപ്പിച്ചു തുടങ്ങിയതാണ് യുഷ്മദ് അസ്മദ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഷ്യഭാഗം. ഇത് ആക്ഷേപ ഭാഗമാണ്. അധ്യാസം സംഭവിക്കത്തില്ല. ആര് തമ്മിൽ? ജഡചേതനങ്ങൾ തമ്മിൽ. ജഡചേതനങ്ങൾ തമ്മിൽ അധ്യാസം സംഭവിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാരെങ്കിലും. അല്ല, ഐക്യം കിട്ടില്ല. ഐക്യമില്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? ഐക്യജ്ഞാനം കിട്ടില്ല. ഐക്യജ്ഞാനമില്ല. ഐക്യജ്ഞാനം എന്നുള്ളത് എന്ത്? പരമാത്മകമായിരിക്കുന്ന ഐക്യജ്ഞാനം കിട്ടത്തില്ല. ഐക്യജ്ഞാനം പരമാത്മകമായിട്ട് കിട്ടാത്തത് കൊണ്ട് നെക്സ്റ്റ് അടുത്ത എന്താ സംഭവിക്കാത്തത്? സംസ്കാരം കിട്ടത്തില്ല. സംസ്കാരം കിട്ടാത്തത് കൊണ്ട് സംസ്കാരജന്യമായിരിക്കുന്ന ഭ്രമം സിദ്ധിക്കാൻ പറ്റത്തില്ല. ഭ്രമം സിദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന അഹം എന്നുള്ള ബുദ്ധി ഭ്രമാത്മകമല്ല. ആദ്യത്തെ അധ്യാസം കാണിക്കേണ്ടതാണ് അഹം എന്നുള്ള ബുദ്ധിയും ബുദ്ധിയുടെ വിഷയമായിരിക്കുന്ന ചിത്തായിരിക്കും ചേതനും അന്ധകരണവും തമ്മിലെ താതാത്മ്യ അധ്യാസ സ്ഥലമാണ് അഹംബുദ്ധി. അഹംബുദ്ധിയുടെ വിഷയമായിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഇഷ്ടം പോലെ സംസാരിക്കാനുള്ള സ്ഥലമാണ്. സാക്ഷിയും പ്രമാതാവുമായിരിക്കുന്ന വിഷയവും സാക്ഷിയായിരിക്കുന്ന പ്രകാശകനൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ അത്രയും കൂടുതൽ പോകുന്നില്ല. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ നിങ്ങൾ ഹയർ ടെക്സ്റ്റിലെ കിട്ടത്തുള്ളൂ. ഇവിടെ ഒന്നുമില്ലത്. ശരി. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്. എന്നുവെച്ചാ പ്രത്യുത്തരപദയോശ്ച ഇത് സൂത്രേണ പ്രത്യേക ഉത്തരപദേച പരതോ യുഷ്മദസ്മതോർമപര്യന്തസ്യ ത്വമാദേശൗ സ്തഃ ഇതി വിധാനാത് ത്വദീയം മദീയം മത്പുത്രോ ത്വത്പുത്ര ഇതിവത് ത്വത്മ പ്രത്യഗോചരയോരിതി സ്യാദിതി വാച്യം ഇതി നച വാച്യം. അങ്ങനെ പറയരുതേ എന്നാണ് ഈ പറയുന്നത്. അതായത് സൂത്രം എന്താ എഴുതിയെന്ന് പറ. പ്രത്യുത്തരപദയോശ്ച പാണിനി സൂത്രം 7.298. പാണിനിയുടെ മാത്രമല്ല കേട്ടോ, പലരുടെയും സൂത്രമുണ്ട്. പ്രത്യുത്തരപദയോശ്ച ഇത് സൂത്രത്താൽ ഇത് സൂത്രേണ പ്രത്യയ ഉത്തരപദേച പരേ പ്രത്യയം പരത്തിലിരുന്നാല് അതേപോലെ പ്രത്യയം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഉത്തരപദായാലും മതി. ഇവിടെ ഇപ്പൊ ഉത്തരപദമാണ് നിൽക്കുന്നത്. അസ്മത് കഴിഞ്ഞ ശേഷം പ്രത്യയം എന്നുള്ള പദമാണ്. പരതോ യുഷ്മദ് അസ്മദോർ യുഷ്മദ് ശബ്ദത്തിനും അസ്മദ് ശബ്ദത്തിനും മപര്യന്തസ്യ യുഷ്മദ് അതിന്റെ മകാരം വരെ. അപ്പൊ യുഷ്മ അസ്മദ് എന്നുള്ളതിന്റെ മപര്യന്തം എടുത്തു കഴിഞ്ഞാൽ അസ്മാന്ന് കിട്ടും. അപ്പൊ ബാക്കി എന്താ ഉണ്ടാകത്തുള്ളൂ? 2 സ്ഥലത്തും ഇത് ഉണ്ടാകത്തുള്ളൂ. ഇത്രയും ഭാഗത്തിൽ എന്ത് വരും? ത്വമാദേശൗ ത്വ എന്നും മാ എന്നും വരും. യുഷ്മ എന്നുള്ള സ്ഥലത്ത് മാ എന്നും അസ്മ എന്നുള്ള സ്ഥലത്ത് ത്വ എന്നും കിട്ടും. മനസ്സിലായോ? ഇനി എന്താ ബാക്കിയുള്ളത്? ഇത്. അപ്പോൾ ത്വത് മത് എന്നായി മാറുകയായി. ഏതുപോലെ? ഇത് വിധാനാത് ത്വദീയം മദീയം അസ്മദ് എന്നുള്ള സ്ഥലത്ത് നിന്ന് അസ്മദ് പദം എന്ത് വരുത്തണം? അവിടെ സുപാധി വിധാനം നടത്താൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ത്വദീയം മദീയം എന്ന രൂപം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മളെ ഈ യുഷ്മത് അസ്മത് യത്ത് തെത്ത് ഇതിനെയൊക്കെ തെദാദി ഗണത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം തെദാദീനി എന്നുള്ള സൂത്രത്താൽ ഇവിടെ വൃദ്ധസഞ്ജ വരും. വൃദ്ധസഞ്ജ കിട്ടിക്കഴിഞ്ഞാൽ വൃദ്ധാച്ച എന്നുള്ള സൂത്രത്താൽ ഛ പ്രത്യയം വരും. ഛ പ്രത്യയത്തിന് ആയനേയിനി പടക്കച്ചകാം പ്രത്യയാധീനം എന്നുള്ള സൂത്രത്താല് ഈ എന്ന് വരും. അപ്പോൾ എന്ത് പറ്റി? ഈ അസ്മദ് എന്നുള്ള സ്ഥലത്ത് ഈ പ്രത്യയ ഉത്തര പദയോശ്ച സൂത്രത്താല് അസ്മ പോയിട്ട് മാ വന്നു. ഓക്കെ. പിന്നെന്തായി? അവിടെ ഇരിക്കുന്ന തകാരവും മത്തെന്നായി. ആ മത്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ വൃദ്ധാച്ച സൂത്രം കൊണ്ടതില് ചപ്രത്യം വരുത്തി ചപ്രത്യം ഈ വന്ന് മൊത്തത്തില് മദീയം എന്നായി. മദീയം ത്വദീയം എന്നുള്ള രൂപം ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ ഇവിടെയും എന്ത് പറ്റും? പ്രത്യുത്തര പദയോശ്ച സൂത്രത്താൽ യുഷ്മദ് എന്നുള്ളതിലെ യുഷ്മയ്ക്ക് മാ എന്നും
സോറി, യുഷ്മക്ക് ത്വ എന്നും അസ്മയുടെ സ്ഥലത്ത് മാ എന്നും വരും. അങ്ങനെയാണെങ്കിൽ ദൃഷ്ടാന്തം കാണിച്ചതാണ് ത്വദീയം മതീയം അഥവാ ത്വത്പുത്രം അപുത്ര എന്നുള്ള സ്ഥലം പോലെ ഇവിടെയും യുഷ്മദ് അസ്മദ് പ്രത്യയ ഗോചരയോഹോ എന്നുള്ള സ്ഥലത്ത് യുഷ്മയുടെ സ്ഥലത്ത് എന്ത് വന്നു? ത്വ വന്നു. അപ്പൊ ത്വതെന്നായി. അസ്മയുടെ സ്ഥലത്ത് മാ എന്നായി. അപ്പൊ മത്ത് എന്നായി. അപ്പോൾ ത്വത് മത് പ്രത്യയ ഗോചരയോർ എന്നായിരുന്നു വേണ്ടത്. ഇത് സ്യാദിതി എന്ന് പൂർവക്ഷി ആക്ഷേപം പറയുമ്പോൾ സിദ്ധാന്തി പറയാം നജവാച്യം, അങ്ങനെയൊന്നും പറയരുത്. അതെന്തുകൊണ്ടാ? തമാത് ഏകവചനെ ഇതി ഏകവചന അധികാരാ. ഈ സൂത്രം ഏത് അധികാരത്തിൽ വരും എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഏത്? പ്രത്യേക ഉത്തരവാദിവശം എന്നുള്ള സൂത്രം വരുന്നത് ഏകവചനാധികരണത്തിലാണ്. ഇവിടെ ഇപ്പോൾ യുഷ്മദസ്മ പ്രത്യേക ഗോചരം എന്നുള്ള സ്ഥലത്ത് ബഹുവചനത്തെ ഉദ്ദേശിച്ച പറഞ്ഞത്, ഏകവചനം ഉദ്ദേശിച്ചിട്ടല്ല. അതുകൊണ്ട് ഈ നിയമം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. തമാത് ഏകവചനേതി ഏകവചന അധികാരാത്. ഏകവചനത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് പ്രത്യേക ഉത്തരവാദിവശം എന്നുള്ള സൂത്രം. അതുകൊണ്ട് ആ സൂത്രം ബഹുവചനത്തിന്റെ പ്രയോഗം നടന്ന സ്ഥലത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. അത്രച, ഇനി ഇവിടെ വിശദീകരിക്കുകയാണ്. അത്രച യുഷ്മദസ്മതോർ ഏകാർത്ഥവാചിത ഭാവാത്. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ ഉപയോഗിച്ചിരിക്കുന്ന യുഷ്മദസ്മത് പദങ്ങള് ഏകാർത്ഥവാചകങ്ങളല്ല. പറഞ്ഞുതരാം. ഇത് ബഹു അർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാ? അനാത്മനാം യുഷ്മദർത്ഥാനാം ബഹുത്വാത്. യുഷ്മത് പദത്തിന്റെ അർത്ഥമായിരിക്കുന്ന അനാത്മാക്കൾ അനേകം ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ജഗത്ത് മൊത്തമല്ലേ? അല്ല, അപ്പൊ അസ്മദർത്ഥമോ? അസ്മദാർത്ഥത്തിന്റെ കാര്യത്തിലാണ് പ്രശ്നം. അസ്മദാർത്ഥ ചൈതന്യസ്യാപി ഉപാധിതോ ബഹുത്വാത്. അസ്മദാർത്ഥമായിരിക്കുന്ന ചൈതന്യം അത് ഔപാധികമായിട്ട് ബഹുവാണ്. തത്തദന്തക്കരണ വിശിഷ്ടമായിക്കൊണ്ട് തത്തദേഹാദികളിലൂടെ അനേക ജീവന്മാരെ കാണുന്നുണ്ട്. നിങ്ങൾ മാനിക്കുന്നുണ്ടോ? വേണ്ട സ്ഥലത്ത് മാനിക്കും, വേണ്ട സ്ഥലത്ത് സൈഡ് വെക്കും. മനസ്സിലായോ? ഇവിടെ ഇപ്പം ബഹു നിങ്ങൾ മാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാലും മാനിക്കും. ആനന്ദോ വിഷയാനുഭവം നിത്യത്വം ചെയ്തി സന്ധി ധർമാഹ അപ്രദക്തേവി ചൈതന്യാത് പൃഥക് ഇവ ഉപാസതേ എന്ന് എവിടെയാ? പഞ്ചവാദികാ വിവരണത്തിൽ നിങ്ങൾക്ക് കാണാം. അത് വെച്ചിട്ടൊക്കെയാണ് ഹയർ ടെക്സ്റ്റ് അന്വേഷിച്ചു പോവുക. ഞാനതിനെ തൊട്ട് വെച്ചെന്നേ ഉള്ളൂ, പിൽക്കാലത്ത് ആവശ്യം വരും എന്നുള്ളതിനാൽ. ഏവം സതി കഥമത്ര ഭാഷ്യ വിഗ്രഹ. അതായത് പദത്തിന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിനെ എങ്ങനെയാണ് എടുക്കുന്നത്? അതിൽ തന്നെ രണ്ട് വിധത്തിൽ വിഗ്രഹം ചെയ്യാം. ലൗകിക വിഗ്രഹവും അലൗകിക വിഗ്രഹവും വരും. നമ്മൾ പദത്തെ എടുത്താൽ പോലും ഇവിടെ പദത്തെ അല്ല കാണിക്കുന്നത്, പദങ്ങൾ കൂട്ടിവെച്ചിട്ട് അർത്ഥം ഉണ്ടാക്കിയല്ലോ. യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോർ. ഇതിന്റെ മൊത്തത്തിൽ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് വിഗ്രഹം ചെയ്യാൻ പോകുന്നത്? എന്നുവെച്ചാ യൂയമിതി പ്രത്യോ യുഷ്മത് പ്രത്യയ വയമിതി പ്രത്യോ അസ്മത് പ്രത്യയ തദ് ഗോചരയോരിതി വിഗ്രഹ ഇതി വാച്യം. നചവാച്യം എന്നുള്ളത് പൂർവക്ഷി ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാന്തിയാണ് പറയുന്നത് യൂയമിതി പ്രത്യയോ യുഷ്മത് പ്രത്യയ, നിങ്ങൾ എന്നുള്ള ജ്ഞാനം യുഷ്മത് പ്രത്യയവും വയമിതി പ്രത്യയോ അസ്മത് പ്രത്യയ, ഞങ്ങൾ എന്നുള്ള ജ്ഞാനം വയമിതി പ്രത്യയം എന്നുള്ളത് ഇത് അസ്മത് പ്രത്യയം. തയോർ ഗോചര ഇതി തദ്ഗോചര. അതായത് യുഷ്മത് ഞാൻ എന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയം, ഞങ്ങൾ എന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയവും നിങ്ങൾ എന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയവും. നിങ്ങൾ എന്നുള്ള ഉദ്ദേശിച്ചത് ജഡപദാർത്ഥങ്ങളെയാണ്. അപ്പൊ രണ്ടു വിധത്തിലുള്ള പ്രത്യേക വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജഗത്ത് മൊത്തം എടുക്കാൻ പറ്റുമല്ലോ. തയോർ പ്രത്യേക വിഷയതി തദ്ഗോചര. തദ്ഗോചരം എന്നുള്ള തദ് വിഷയം എന്നർത്ഥം. വിഷയത്വം ജ്ഞാന വിഷയത്വമോ ശബ്ദ വിഷയത്വം എങ്ങനെ വേണം കൊണ്ടുവന്നത് കുഴപ്പമില്ല. ഇതി എന്ന് വിഗ്രഹിക്കാൻ പറ്റുമല്ലോ എന്ന് സിദ്ധാന്തി പറഞ്ഞപ്പോൾ പൂർവക്ഷി പറയാണ് നടക്കൂല. ഇതി നജവാച്യം. എന്തുകൊണ്ടാ? ശബ്ദ സാധുത്വേപി അർത്ഥ അസാധുത്വാത്. ശബ്ദം കൊണ്ട് അന്വയിച്ച സംഭവം ശരിയാണ്, കേമന്മാരാണ്. പക്ഷേ ഇതിന്റെ അർത്ഥത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ അന്വയിക്കാൻ പറ്റൂല. നിങ്ങളുടെ വേദാന്തത്തിന്റെ അധ്യാസ സ്ഥലത്തുള്ള ഫണ്ടമെന്റൽ തിയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷ്മം നിരീക്ഷിച്ചു അതെങ്ങനെയൊക്കെയാ പോവാന്നുള്ളത്. ചില സ്ഥലത്ത് കാട് കയറിപ്പോകും എങ്ങോട്ടെങ്കിലും, ചില സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ വേണ്ട കാര്യങ്ങളായിരിക്കും, അത്യാവശ്യ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഓക്കെ, എന്ത് പറഞ്ഞു? ഇതിനജവാച്യം. ശബ്ദസാധുത്വം കിട്ടുമെങ്കിൽ അർത്ഥസാധുത്വം കിട്ടൂല പോലും. എന്തുകൊണ്ടാ നോക്കിക്കോ. നഹി അഹങ്കാരാദ്യാത്മനോ യൂയമതി പ്രത്യയ വിഷയത്വമിതി ചേത്. ഇവിടം വരെ പൂർവപക്ഷ ആക്ഷേപം നടത്തുകയാണ്. അഹങ്കാരാദ്യാത്മനോ, അഹങ്കാരമാരാ? അന്ധക്കരണവും ചേതനവും തമ്മിൽ സംബന്ധിച്ചിട്ടിരിക്കുന്നേ ഞാൻ എന്നുള്ള ബുദ്ധിയുടെ വിഷയമാണ് ഈ സാധന അഹങ്കാരം. അവിടെ ആർക്കെങ്കിലും നീ എന്നുള്ള ബുദ്ധി, യൂയം എന്നുള്ള ബുദ്ധി ഉണ്ടാവാറുണ്ടോ? പക്ഷേ യൂയം സത്യത്തിൽ അത് വാസ്തവ വസ്തുവാണോ? അല്ല. അപ്പോൾ അഹമെന്നുള്ള പ്രത്യേക വിഷയം
ഏതാണോ അതിൻ വാസ്തവത്തിൽ യുഷ്മപ്രത്യയത്തിന്റെ വിഷയമായിട്ടല്ലേ വരേണ്ടത്. ശബ്ദസാധുത്വം കിട്ടും. അഹമിതി പ്രത്യയം അസ്മപ്രത്യയം യൂയമിതി പ്രത്യയം യുഷ്മപ്രത്യയം ആക്കിയിട്ട് തയോർ വിഷയത്വം തത് വിഷയത്വം എന്ന് അർത്ഥം ചെയ്താൽ. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് അഹങ്കാരം അഹങ്കാരമായിരിക്കുന്ന അന്ധകരണം ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ ഇവിടെയൊക്കെ നമ്മൾക്ക് യൂയം എന്നുള്ള അല്ല പ്രത്യയം. അഹം പശ്യാമി, അഹം ശൃണോമി, അഹം ജാനാമി. മനസ്സിലായോ? ഇതിന് കുറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇവര് സംസാരിക്കുന്നില്ലെന്ന് മാത്രം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലായിക്കോളുക. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് അഹങ്കാരാദി ആത്മനോ അഹങ്കാരാദി സ്വരൂപങ്ങൾക്ക് യൂയമിതി പ്രത്യയ വിഷയത്വം നാസ്തി. യൂയം എന്നുള്ള നീ എന്നുള്ള പ്രത്യേക വിഷയത്വം അല്ലല്ലോ, ഞാൻ എന്നുള്ള പ്രത്യേക വിഷയത്വം അല്ല ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അസ്മത് പ്രത്യയ ഗോചരത്വം ഇരുന്ന് കഴിഞ്ഞാല് അത് ജഡമാണെന്ന് പറയാൻ പറ്റുമോ? ചേതനെന്നല്ലേ നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ജഡത്തിലല്ലേ വന്നിരിക്കുന്നത്? ഇതാണ് ചോദ്യം. തിരിച്ച് സിദ്ധാന്തി പറയാണ്, എന്നാ ഞങ്ങൾ ഉദ്ദേശിച്ചതേ യുഷ്മദസ്മ പ്രത്യയം കഴിഞ്ഞ ഒരു പദം കൂടി ഉണ്ട്, ഗോചരം എന്നുള്ള പദം ഉണ്ടായിരുന്നു ഭാഷ്യത്തില്. ആ പദത്തെ അങ്ങോട്ട് അന്വയിക്കുകയാണ്. ഗോചര ശബ്ദസ്യ യോഗ്യതാപരത്വാത്. യോഗ്യതാ അർത്ഥകമാണ് ആര്? ഗോചരം എന്നുള്ള പദം. എന്നപ്പോൾ യുഷ്മത് പ്രത്യയ ഗോചരം അസ്മത് പ്രത്യയ ഗോചരം, അതായത് യുഷ്മ പ്രത്യയ യോഗ്യത അസ്മത് പ്രത്യയ യോഗ്യത എന്നർത്ഥം കിട്ടും. അങ്ങനെ ഇരിക്കെ ഈ അന്ധകരണവും ചേതനവും തമ്മിൽ താതാത്മ്യ അധ്യാസം നടന്നിരിക്കുന്നേ ഈ അഹങ്കാരം എന്നുള്ള ജീവസ്വരൂപം യുഷ്മ പ്രത്യയത്തിന്റെ യോഗ്യമുള്ള വസ്തുവാകുന്നു. അതായത് ഇനി ഇവിടെ പരിചിന്തനം നടത്തുക. ആർക്കാണ് ഈ അഹങ്കാരത്തിൽ യുഷ്മ പ്രത്യയ ഗോചരത്വം വരുന്നത്? അതായത് ഈ ഒരു പങ്ക്തി ഇവിടെ എഴുതിപ്പോയത് വേറെ നിലവാരത്തില് നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ എത്രയോ പിറകോട്ട് പോകേണ്ടിയിരുന്നു കുട്ടികളെ. മനസ്സിലായ? ഓരോ പങ്ക്തിയും ഹെവി വെയിറ്റ് സാധനങ്ങളാണ്, ഒന്നൊന്നര വെയിറ്റിൽ അടിച്ചു വിട്ടു പോയത്. ഇതൊക്കെ അതുകൊണ്ടാ പറഞ്ഞത് ഇത് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എത്രയോ വട്ടം ഇതിന്റെ പിറകിൽ കൂടിയേ പറ്റത്തു. യോഗ്യ ഗോചര പദസ്യ യോഗ്യത പരത്വ. പരം എന്ന് പറഞ്ഞ താത്പര്യം, യോഗ്യതയെ ഉദ്ദേശം കൊണ്ടാണ് ഗോചര പദം വന്നത്. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് യുഷ്മ പ്രത്യയ വിഷയത്വം അന്ധകരണത്തിലുണ്ട്. ജ്ഞാനി ആവണം നിർബന്ധമൊന്നുമില്ല. ജ്ഞാനിക്കിങ്ങനെ യുഷ്മ പ്രത്യയ വിഷയത്വം അഹങ്കാരത്തിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അജ്ഞാനികളായിരിക്കും നമ്മൾക്ക് മനസ്സിലാവത്തില്ലേ? വാസ്തവത്തില് അസ്മപ്രത്യയ ഗോചരത്തുള്ള സ്ഥലത്ത് യുഷ്മപ്രത്യയ ഗോചരത്വമാണ് വേണ്ടത്. നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമ്മൾക്ക് അവിടെ അഹം എന്നുള്ള ജ്ഞാന വിഷയത്വം ഇരിക്കുകയാണ്. വാസ്തവത്തിൽ അത് അഹമല്ല, അഹം ശുദ്ധ ചൈതന്യമാണ്. അത് ബ്രഹ്മാകാര വൃത്തിയോടുകൂടി അഹം എന്നുള്ള ജ്ഞാന വിഷയത്തെ ശുദ്ധ ബ്രഹ്മത്തിലിരിക്കുമ്പോൾ അന്ധകരണത്തില് നീ എന്നുള്ള, അതായത് ജഡവസ്തുവാണ് എന്നുള്ള ബോധം ഉണ്ടാവുന്നുണ്ട് ജ്ഞാനിക്ക് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ പോലും നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ചേതനായിരിക്കുന്നവൻ ശുദ്ധബ്രഹ്മമാണെന്നും അവിടെയാണ് അഹംപ്രത്യം വേണ്ടതെന്നും ബാക്കി എല്ലാ സ്ഥലത്തും നീ എന്നുള്ളതോ ഇത് എന്നുള്ളതോ പ്രത്യയ വിഷയത്വം എന്ന് പറയുന്ന യുഷ്മ പ്രത്യയ വിഷയത്വമാണ് വേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത്രയും കാര്യം പിറകിൽ വെച്ചിട്ടാണ് ഇവർ ഈ സാധനം ചെറിയ സാധനം എഴുതി പോകുന്നത്. ചിദാത്മാ താവത് അസ്മപ്രത്യയോഗ്യ. ചിദാത്മാ അസ്മപ്രത്യയ യോഗ്യമാണ് പോലും. യോഗ്യത ഉണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം കാര്യജനന സാമർഥ്യമാണല്ലോ യോഗ്യത. അങ്ങനെയാണെങ്കിൽ എന്നെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ചിദാത്മാവില് അസ്മപ്രത്യയ യോഗ്യത്വം ഉള്ളത് കൊണ്ട് അസ്മപ്രത്യയ വിഷയത്വം വന്നു ചേരും ഒരു ദിവസം. എപ്പോൾ? അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുന്ന സമയത്ത്. മനസ്സിലായോ? അതെങ്ങനെ സംഭവിക്കും? നമ്മള് ഗുരുക്കന്മാർ എല്ലെണ്ണവും കട്ട് ചെയ്യരുതേ, ഇതൊക്കെ അത്യാവശ്യമുള്ളതാണ്. പറയുന്നൊരു കാര്യമുണ്ട്, ബുദ്ധിയുടെ വിഷയമൊന്നല്ല കേട്ടോ ബ്രഹ്മം. ബ്രഹ്മം ഭയങ്കര സംഭവമല്ലേ. അപ്പൊ നോക്കിയോ ഭാഷ ടീക്കയും ഭാഷ എന്താ പറയുന്നത്. തത്പ്രയുക്ത സംശയാദി നിവൃത്തി ഫലഭാത്വാത്. തത് പദം കൊണ്ട് ജ്ഞാനത്തെ എടുക്കുക. ആ ബ്രഹ്മജ്ഞാനത്താൽ ഉണ്ടാവുന്ന സംശയാദി, ഏതിന്റെ സംശയം? ബ്രഹ്മവിഷയ സംശയം, വിപര്യം, വിപരീത ഭാവന, ഇവയുടെ എല്ലാറ്റിന്റെയും നിവൃത്തി നടക്കുന്നതിനാൽ താദൃശ നിവൃത്തി ഏതിനാണോ ഉള്ളത്? ചേതനാണ്. ആ ചേതനയാണ് നിവൃത്തി എന്നുള്ള ഫലഭാക്ക്. ഫലം ഭജതി ഫലഭാക്ക്. ആര്? നിത്യചൈതന്യം. ठीक है. അപ്പോൾ ഞാൻ ഉണ്ടാകുന്നതോടുകൂടി ആ വസ്തുവിനെ വിഷയീകരിക്കുന്ന സംശയാദി നഷ്ടപ്പെടുന്നതിനാൽ സംശയാദി നിവൃത്തി ആയിരിക്കുന്ന ഫലത്തെ ഭജിക്കുന്നത് കൊണ്ട് ആശ്രയിക്കുന്നതിനാൽ ഫലഭാക്കാണ് ആര്? ചേതനൻ. ഫലഭാക്ത്വം ചേതനിലിരിക്കും. അതിൽ നിന്ന് പഞ്ചം എന്താ ചെയ്താൽ ഫലഭാക്ത്വാത്. അല്ല, നിങ്ങൾ ആര് ഹേ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ? ഞങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ഞങ്ങളുടെ സോക്കോള് ഗുരുക്കന്മാർ എല്ലാവരും പറയുന്നത് ബുദ്ധിയുടെ വിഷയം ആവത്തില്ല ബ്രഹ്മം. ഇല്ലയോ? ശാസ്ത്രനാമത്തിന്റെ വിഷയമാണ് ബ്രഹ്മം. അറിയത്തില്ലേ? ദേവി അങ്ങോട്ട്
തകർക്കല്ലേ, എവിടെ എടുത്താണ് കളി മക്കളെ? ഇതാണ് കേട്ടോ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയോ. അടുത്ത എന്താ പറയാൻ നോക്ക്. ന താവതയം ഏകാന്തേന വിഷയ അസ്മപ്രത്യയ വിഷയത്വാദിതി ഭാഷ്യ ഉദ്ദേശിച്ച. ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ന തവത് അയം, അയം എന്ന് പറഞ്ഞ ചിദാത്മാ നിത്യശുദ്ധ ബുദ്ധിമുക്ത ചൈതന്യം ഏകാന്തേന വിഷയ, തീർത്തും അവിഷയമാണെന്ന് പറയരുത് എന്ന് പറയാൻ അർത്ഥം ഫലവ്യാപ്തി ഇല്ല എന്നുള്ളതിനാൽ ഒരിക്കലും വിഷയമാവത്തില്ല എന്ന് മാനിക്കാതെ, പിന്നെയോ അസ്മത് പ്രത്യയ വിഷയത്വാത്, അഹം എന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയമാവുന്നുണ്ട് പോലും നിത്യശുദ്ധ ചൈതന്യം. എപ്പോൾ? ഗുരുപത്തി ശക്തി നടന്ന് അവിടുന്ന് അധ്യയനം വഴി ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ അവൻ ബ്രഹ്മാകാര വൃത്തിയിൽ എത്തിച്ചേരുമ്പോൾ ആ ബ്രഹ്മം വിഷയീകരിക്കപ്പെടുന്നുണ്ട്. ആ ബ്രഹ്മം വിഷയീകരിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാല് വൃത്തിവ്യാപ്തി ചേതനിലുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പങ്ക്തി നിങ്ങൾക്ക് 17-ാം പേജിലെ 2-ാമത്തെ ഭാഷ്യപങ്ക്തിയാണ് ഇങ്ങോട്ട് എഴുതി വെച്ചത്. മനസ്സിലായോ? 17-ാം പേജ് നോക്ക്. ഉച്ചതേ ന താവതയം ഏകാന്തന വിഷയ ആത്മപ്രത്യ വിഷയത്വാദ് അപരോക്ഷത്വാച്ച, അപരോക്ഷമാണ് പോലും. പ്രത്യേകാത്മ പ്രസിദ്ധേഹേ, പ്രത്യേകാത്മാവായിരിക്കുന്ന ബ്രഹ്മ അഭിന്നനായിരിക്കുന്ന ഈ പ്രത്യേകാത്മ ചേതനൻ ജീവൻ, ജീവനത്തിന്റെ ജ്ഞാനം തന്നെയാണുള്ളത്. അപ്പൊ ജീവന്റെ ജ്ഞാനം എല്ലാവർക്കും ഇല്ലേ? അങ്ങനെയല്ല, അത് പ്രത്യേകാത്മാവ് പരമാത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ജ്ഞാനം എന്നുള്ള ബുദ്ധി ഉണ്ടാവുന്നില്ലേ മക്കളെ? ആ ബുദ്ധിയുടെ വിഷയമല്ലേ പരമാത്മാ? പിന്നെ നിങ്ങളെ ഗുരുക്കന്മാർക്ക് എന്തിന്റെ തകരാറായിരുന്നു? ആകെ ഒരു സഹസ്രനാമം അറിയാ, കടുക് ഹോമം അറിയാ, തിലഹോമം. ठीक എന്തു ദുരിതവും മാറ്റിത്തരുന്നതായിരിക്കും. ഈ നോർത്ത് ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാല് ഇതെല്ലാം മാറ്റി ചേരാൻ വേണ്ടിയിട്ട് ഡാഷ് ഡാഷ് ബാബ എന്നായിരിക്കും ഉണ്ടാവുക. ठीक ട്രെയിനിന്റെ മുഖത്ത് മൊത്തം ഇത് തന്നെയായിരുന്നു പണ്ട് ഒട്ടിച്ച് വെക്കാറ്. ഉച്ചാരണം പിച്ചാരണം ഇത് അത് മറ്റേത് എല്ലാം. ठीक സത്യസായിട്ട് ഒരു ഫോട്ടോ കൊടുക്കും, താഴെ നമ്പർ ഉണ്ടാവും. ഗുരുക്കന്മാരാ, ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരാന്ന് മാത്രം. ഭാഷ്യത്തിന്റെ പങ്ക്തിയാണ് എടുത്തത്. ഭാഷ്യ ഉദ്ദേശിച്ച യദ്യപി അഹങ്കാരാദിരപി തത് യോഗ്യസ്തഥാപി ചിദാത്മന സകാശാത് അത്യന്ത ഭേദസിദ്ധ്യർത്ഥം യുഷ്മത് പ്രത്യയോഗ്യ ഇത്യുച്യതേ. യദ്യപി ഇങ്ങനെയാണ്. എങ്ങനെ? അഹങ്കാരാദിരപി തത് യോഗ്യ, അഹങ്കാരാദിയും, അഹങ്കാരം അന്ധക്കരണം, അന്ധക്കരണമായിരിക്കുന്ന അഹങ്കാരം, ചക്ഷുരാദി ഇന്ദ്രിയങ്ങള്, ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് അഹം എന്നുള്ള ബുദ്ധി ഉണ്ടാവുന്നില്ലേ? ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ അറിയുന്നു എന്നല്ലേ ബുദ്ധി. ഈ സ്ഥലം മനസ്സിലാവണം, നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിച്ചോളണം കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചിന്തിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ തന്നെ ചിന്തിച്ചോളണം. ठीक ഈ സ്ഥലത്ത് ചിന്തിച്ച് ആ സ്ഥലത്തിനെ സ്പഷ്ടമാക്കി എടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അഹങ്കാരാദിരപി തദ്യോഗ്യ, ശരിയാണ്, അഹങ്കാരാദികളും ജ്ഞാനം എന്നുള്ള ജ്ഞാന വിഷയമായി മാറുന്നുണ്ട്. കാരണം നമ്മൾക്കെല്ലാം ജ്ഞാനം എന്നുള്ള ജ്ഞാനം എവിടെയാ? അഹങ്കാരാദികളിലാണ് ഉള്ളത്. ठीक ഞാൻ അറിയുന്നവർപ്പോൾ അഹങ്കാരമായിരിക്കുന്ന വസ്തുവാണ് അറിയുന്നത്. ഞാൻ കാണുന്നവർപ്പോൾ കണ്ണാണ് കണ്ടത്. പക്ഷെ അവിടെയെല്ലാം താതാത്മ്യ അധ്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു എന്നല്ല അധ്യസിക്കുന്നത്. അതുകൊണ്ട് അസ്മപ്രത്യ വിഷയത്തെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്നല്ല, മാനിക്കാതെ പോകാൻ പറ്റുമോ? മനസ്സിലായോ? അതുകൊണ്ട് ഈ സൈഡ് അവർ മാനിച്ചേ പറ്റത്തുള്ളൂ. തഥാപി എന്നിരുന്നാലും ചിദാത്മന സകാശാത് നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന പരമാത്മാവിൽ നിന്നും അത്യന്ത അഭേദ സിദ്ധിക്കാനായിട്ടാണ് എന്ത് പറഞ്ഞത്? യുഷ്മത് പ്രത്യയോഗ്യ എന്ന് നമ്മൾ അന്ധകരണത്തെ പറഞ്ഞത്. അതായത് ഈ യുഷ്മപ്രത്യ യോഗ്യമായത് കൊണ്ട് തന്നെ ജ്ഞാനിക്ക് ജ്ഞാനത്തോടുകൂടി അന്ധകരണാദികളില് ബ്രഹ്മ ഭിന്ന പ്രത്യയ നടക്കുന്നുണ്ട് എന്ന് പറയാൻ യുഷ്മപ്രത്യയം നടക്കുന്നുണ്ട്. അങ്ങേർക്ക് എവിടെ അസ്മപ്രത്യം ഉണ്ടാവുക? ഞാൻ എന്നുള്ള ബുദ്ധി കേവലം ചിദാത്മാവില. അതുകൊണ്ട് തന്നെ തദന്യമായിരിക്കുന്ന അന്ധകരണത്തിൽ ചിദ്ഭിന്നമായിരിക്കുന്ന ബുദ്ധിയാണ് ജ്ഞാനിക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അത് യോഗ്യത്വം എവിടെയുണ്ട്? അന്ധകരണത്തിലുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ യുഷ്മത് അസ്മപ്രത്യ ഗോചരയോഹോ എന്ന് വിശദീകരിച്ച് പറഞ്ഞത് തന്നെ. തഥാച്ച ആശ്രമ ശ്രീചരണാസ്തു ടീകായോജനയാം ഏവമാഹുഹു. നൃസിംഹ ആശ്രമ ശ്രീചരണരായിരിക്കും ഇത്. എന്താ പറയുന്നത്? സംബോധ്യമാനശ്ചേതനോ യുഷ്മത് പദവാച്യ അഹങ്കാര അതിവിശിഷ്ട ചേതനോ അസ്മത് പദവാച്യ തഥാച യുഷ്മദസ്മദോഹ സ്വാർത്ഥേ പ്രയുജ്യമാനയോരേവ ത്വമാദേശ നിയമോ ന ലാക്ഷണികയോഹോ യുഷ്മദസ്മദോഹ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോർ വാണാവൗ ഇതി സൂത്ര സാങ്കത്യ പ്രസംഗാത്.
എന്താണ് ശ്രീചരണർ പറഞ്ഞത് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കുറച്ച് നേരം ഓടാൻ പോകുന്നത്. സംബോധ്യമാന ചേതനോ യുഷ്മ പദാർത്ഥ. സമ്യക് ബോധ്യം, ബോധത്തിന്റെ വിഷയമാണ് ബോധ്യം. ബോധത്തിന്റെ വിഷയം ആരാ? ഘടജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഘടജ്ഞാനത്തിന്റെ വിഷയം ഏതാ? ഘടം, ഘടത്വം, ഘടാഭാവം. അത് നൈയായികന്റെ പങ്ക്തി, അത് അദ്വൈതത്തി പങ്ക്തി അല്ലത്. ഘടത്വാവച്ഛന ചൈതന്യം. ഘടത്താവചന ചൈതന്യമാണ് ഘടജ്ഞാനത്തിന്റെ വിഷയം. അപ്പൊ നോക്കിയോ ഇതെങ്ങനെ കൊണ്ടുപോകുന്നുള്ളത്. സംബോധ്യമാനോ യുഷ്മത് പദവാച്യ. സംബോധി ചേതനൻ എന്നുള്ളത് യുഷ്മപദത്തിന്റെ വാക്യമാണ്. ബോധിക്കപ്പെടുന്ന വസ്തുക്കള് രണ്ടു വിധത്തിലുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഘടാ ആവച്ചന ചൈതന്യം, പടാവച്ചന ചൈതന്യം, ഇവയാണ് ശരിക്ക് സംബോധ്യമാന വസ്തു. ठीक അഹങ്കാരാദി വിശിഷ്ട ചേതനോ അസ്മത്പദവാച്യ. അഹങ്കാരാദി വിശിഷ്ട ചേതനായിരിക്കും അന്ധകരണ വിശിഷ്ട ചൈതന്യം, ഇന്ദ്രിയ വിശിഷ്ട ചേതനം. ഇതൊക്കെ തന്നെയാണ് അസ്മത് പദത്തിന്റെ, ഞാൻ എന്നുള്ള പദത്തിന്റെ വാച്യാർത്ഥം. നീ എന്നുള്ള പദത്തിന്റെ വാച്യാർത്ഥം ഘടാദ്യവച്ചന ചൈതന്യമായിരിക്കും. ചേതനോ അന്വേഷിച്ചത് കൊണ്ടാട്ടോ. തഥാച യുഷ്മദസ്മതോഹോ സ്വാർത്ഥ പ്രയുജ്യമാനയോരേവ ത്വമാദേശ നിയമവും. അതായത് നമ്മുടെ സൂത്രം ഉണ്ടല്ലോ, ഏത് സൂത്രം? ത്വമാദേശം നടത്താൻ പ്രത്യുത്തരപതിവസ്ഥ എന്നുള്ള സൂത്രം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങേര് പറഞ്ഞതാണിത്. ഇത് വരുന്നത് യുഷ്മദസ്മത്തുകൾക്ക് സ്വാർത്ഥത്തിൽ പ്രയോഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് യുഷ്മദസ്മത് പദങ്ങളെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് യുഷ്മ അസ്മ എന്നുള്ളതിന് ത്വ മ എന്ന ആദേശം വരുന്നത്. അല്ലാതെ ലക്ഷ്യവസ്തുവിനെ പറയാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന പദങ്ങളിലല്ല. വാച്യാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള പദങ്ങളിൽ മാത്രമേ ത്വമെന്നോ മ എന്നോ ആദേശം ചെയ്യാൻ പാടുള്ളൂ. ലക്ഷ്യാർത്ഥത്തെ ബോധിപ്പിക്കാനുള്ള പദസ്ഥലത്ത് ഇവ രണ്ടും ആദേശം ചെയ്യാൻ പാടില്ല. തഥാച യുഷ്മദസ്മതോഹോ സ്വാർത്ഥേ പ്രയുജ്യമാനയോഹോ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തിൽ പ്രയോഗം നടത്തുന്ന യുഷ്മദസ്മത് പദങ്ങൾക്ക് മാത്രമാണ് ത്വമാദേശ നിയമോ, ത്വം എന്നുള്ളതും മ എന്നുള്ള ആദേശ നിയമമുള്ളൂ. എന്നാൽ ലാക്ഷണികയോഹോ കയോഹോ പദയോഹോ എന്ന് കൂട്ടി ചേർത്തോളൂ, അർത്ഥത്തിലല്ല. ലാക്ഷണികമായിരിക്കുന്ന പദങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യവസ്തുവിന് ബോധം നടത്താൻ വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങൾക്ക് ത്വമാദേശ നിയമില്ല. ത്വം എന്നോ മാ എന്നോ ആദേശം ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാ? യുഷ്മദസ്മതോഹോ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോർ. അതായത് അഹം ആവാം ഭയം, പിന്നെന്താ മാം മാ, രണ്ട് പദങ്ങൾ വരുന്നുണ്ട്. ആവാം നൗ അസ്മാ നഹ എന്നും, അതേപോലെ യുഷ്മ സ്ഥലത്ത് ത്വാം ത്വാ ഇവാം വാം യുഷ്മാൻ വഹ എന്നും രണ്ടു രൂപം വരുന്നുണ്ട് അല്ലേ? അന്നപ്പോൾ പറയാണ് യുഷ്മദ അസ്മതുകൾക്ക് ദ്വിതീയ ചതുർത്ഥി ഷഷ്ടി, ഷഷ്ടി ചതുർത്ഥി ദ്വിതീയ. ഇവിടെ ഇരിക്കുന്ന യുഷ്മദ അസ്മത്തുകൾക്ക് എന്ത് വരും? വാ വാ നൗ, വാ എന്നും വാം എന്നും നൗ എന്നും ആദേശം വരും. ഇത് സൂത്ര അസാംഗത്യ പ്രസംഗാത്. അതായത് ഇങ്ങനെ പറയുന്നത് ഇത് വാച്യാർത്ഥത്തെ പറയുന്ന സ്ഥലത്താണ് വാം എന്നും നൗ എന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ വാച്യാർത്ഥത്തിൽ പറയുന്ന യുഷ്മദസ്മത്തുകൾക്ക് മാത്രമേ ത്വം എന്നും മ എന്നും ആദേശം ചെയ്യാൻ പാടുള്ളൂ. എന്നപ്പോൾ ഇനി ഇവിടെ ആദേശം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. വാച്യാർത്ഥ സ്ഥലത്തായിരുന്നെങ്കിൽ ത്വമാദേശം വന്നേനെ. അപ്പോൾ ലക്ഷ്യാർത്ഥ സ്ഥലത്താണെങ്കിൽ ത്വമാദേശം വരുമോ? ലക്ഷ്യാർത്ഥത്തില് വരില്ലല്ലോ, വരില്ല. ഇപ്പൊ ഇവിടെ ഭാഷ്യത്തിൽ വന്നിട്ടുണ്ടോ? എന്റെ കുട്ടികളെ പൊക്കത്തല്ലേ ഇടിക്കുന്ന ഭാഷ്യം കിടക്കുന്നത്, ഭാഷ്യത്തിൽ യുഷ്മത എന്നല്ലേ കാണുന്നത്, അവിടെ ത്വമാദേശം വന്നിട്ടില്ലല്ലോ. നിങ്ങൾ എന്ത് ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്? അപ്പോൾ അതെന്തിനു പറയാനായിരിക്കും? ലക്ഷ്യാർത്ഥം പറയാനായിട്ട് മനസ്സിലായിക്കോളെ. ഇനി ഇതിന്റെ അർത്ഥം മറ്റൊരു രീതിയിൽ ചെയ്യാണ്. യതി തയോഹോ ശബ്ദബോധകത്തെ സത്യേവ ത്വമാദേശ അഭാവം ഇത്യനേന സൂത്രേണ ജ്ഞാപിതം. ഇനി ഈ സൂത്രത്താല് ശബ്ദബോധകത്വേ എന്ന് പറഞ്ഞ അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോഴല്ല, ശബ്ദത്തെ ബോധിപ്പിക്കുമ്പോഴാണ് ത്വമാദേശ അഭാവം ഇത്തി. ടീക്ക് അങ്ങനെയാണ്. ത്വമും മായുടെ ആദേശം ഉണ്ടാവത്തില്ല. എപ്പോൾ? യുഷ്മദസ്മത്തുകൾ ശബ്ദത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ, അർത്ഥത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ വരാം. അത്ര ശബ്ദ ലക്ഷൈകയോരേവ ചിന്മാത്ര ജഡമാത്ര ലക്ഷൈകയോരപി ന ത്വമാദേശോ. ശബ്ദ ലക്ഷൈകയോർ ഇവ, അതായത് ശബ്ദത്തിന്റെ ലക്ഷകങ്ങളാവുന്ന യുഷ്മദസ്മത് പദങ്ങൾക്ക് എന്തില്ല? ത്വമാദേശം വരത്തില്ല. ലക്ഷകങ്ങളാണെന്നെങ്കിൽ വരത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചിന്മാത്ര ജഡമാത്ര ലക്ഷകയോരപി,
ചിന്മാത്രത്തെയും അതേപോലെ ജഡമാത്രത്തെയും, യുഷ്മത് പദം ജഡത്തെയും അസ്മത് പദം ലക്ഷ്യമായിരിക്കുന്ന ചേതനനെയും ബോധിപ്പിക്കാൻ പോയാൽ ന ത്വമാദേശ നിയമവും, ഇവിടെയും ത്വമും ത്വ ഓർ മായുടെ ആദേശം വരത്തില്ല. അതെന്തുകൊണ്ടാ? ലക്ഷകത്വ വിശേഷാത്. രണ്ട് പദങ്ങൾ ലക്ഷക പദങ്ങളായിപ്പോയി. അപ്പൊ എന്ത് പറ്റി? ലക്ഷ്യാർത്ഥത്തെ ബോധിപ്പിക്കാനാണ് ഭാഷകാരൻ യുഷ്മദസ്മ പദ പ്രയോഗം നടത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പറയാം, യതി തയോഹോ ശബ്ദബോധകത്തെ സത്യേവ ത്വമാദേശ അഭാവ. ഈ യുഷ്മതും അസ്മതും ശബ്ദത്തെ ബോധിപ്പിക്കുമ്പോഴാണ് ആദേശം വരാതിരിക്കുന്നത്. ശബ്ദബോധകത്തെ സത്യേവ ത്വമാദേശ അഭാവമാണ്. ത്വമിന്റെയും മായുടെയും ത്വായുടെയും മായുടെയും ആദേശം വരത്തില്ല. ഈ യുഷ്മത് അസ്മത് പദങ്ങൾ പദത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ, ശബ്ദത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ, അപ്പൊ അർത്ഥത്തെ ബോധിപ്പിച്ച വരാമോ? വരാം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ട് ഇവിടെ. യുഷ്മതും അസ്മതും ശബ്ദത്തെയാണ് ബോധിപ്പിച്ചത് ഇവിടെയെങ്കിൽ വരത്തില്ല. അർത്ഥത്തെ ആണ് ബോധിപ്പിച്ചെങ്കിൽ വരാമായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അർത്ഥത്തെ ബോധിപ്പിച്ചിട്ടില്ല, ശബ്ദത്തെ ബോധിപ്പിച്ചു എന്നൊരു ആപത്തിയുണ്ട്. അതിനെയും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഉത്തരം കൊടുക്കാൻ പോകുന്നത്. തഥാ അസ്മിൻ ഭാഷയെ, ഈ ഭാഷത്തിൽ എന്തർത്ഥം ചെയ്യണം? യുഷ്മത് പദേന യുഷ്മത് പദജന്യ പ്രത്യയ യോഗ്യ പരാഗർത്തോ ലക്ഷ്യതേ. യുഷ്മത് പദം കൊണ്ട് എന്താണ് എടുക്കണം? യുഷ്മത് ശബ്ദജന്യമായിരിക്കുന്ന ഒരു പ്രത്യയമല്ലേ യുഷ്മത് ശബ്ദം. ശബ്ദം കെട്ടി ജ്ഞാനം ഉണ്ടാവൂലേ? ജ്ഞാനത്തിന്റെ യോഗ്യമല്ലേ പരാഗർത്ഥം? ठीक യുഷ്മശബ്ദ ജന്യ പ്രത്യയോഗ്യമായിരിക്കുന്ന പരാഗ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ജഡവസ്തു അർത്ഥം. അത് ലക്ഷ്യത എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പദം ലക്ഷകമായിട്ടിരുന്നിട്ടാണ് ബോധം ഉണ്ടാക്കിയത്. ആരുടെ? ശുദ്ധന്റെ. അതേപോലെ അസ്മത് ശബ്ദേന അസ്മത് ശബ്ദജന്യ പ്രത്യയോഗ്യ പ്രത്യഗാത്മാ, ലക്ഷ്യതേന് ഇവിടെയും കൂട്ടി ചേർത്തൂല. അപ്പൊ അസ്മത് ശബ്ദത്താൽ ഏതിനെ ഗ്രഹിക്കണം? അസ്മത് ശബ്ദജന്യമായിരിക്കുന്ന ഒരു പ്രത്യയം, പ്രത്യയത്തിന്റെ യോഗ്യമായിരിക്കുന്ന പ്രത്യഗാത്മാവായിരിക്കുന്ന ശുദ്ധനാണ് ലക്ഷീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ലക്ഷീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരാൻ പാടില്ലായിരുന്നു? ലക്ഷീകരിക്കപ്പെടുകയാണെങ്കിൽ ത്വം മാ ആദേശം വരാമായിരുന്നു, അല്ലേ? ശബ്ദബോധകത്തെ ത്വമാദേശ അഭാവ, ആ ലക്ഷ്യബോധകത്തെ ത്വമാദേശം വരാമെന്നൊരർത്ഥം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്തർത്ഥം എടുക്കും? ലക്ഷ്യാർത്ഥം എടുക്കുവോ അല്ല ശബ്ദം എന്നുള്ള അർത്ഥം എടുക്കുവോ? അപ്പം പറഞ്ഞുതരാം. തഥാച ലക്ഷ്യത അവച്ഛേദഗതിയാ ശബ്ദോപി ബോധ്യതേതി. ലക്ഷ്യമാണെന്ത്? ശബ്ദജന്യ പ്രത്യയോഗ്യം. ലക്ഷ്യത അവച്ഛേദകം ശബ്ദജന്യ പ്രത്യയോഗ്യത്വമെന്നോ അല്ലെങ്കിൽ ശബ്ദയോഗ്യത്വമെന്നോ അല്ലെങ്കിൽ ശബ്ദമെന്നോ ഗ്രഹിക്കാം എന്നിരിക്കെ ശബ്ദവും ലക്ഷ്യത അവച്ഛേദക രൂപത്തിൽ ഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തില്ല? ത്വമാദേശം ഇല്ല. ഇവിടെ കിട്ടിയോ? അർത്ഥത്തെ ആയിരുന്നു പറഞ്ഞെങ്കിൽ ത്വമാദേശം വരേണ്ടതാ. അങ്ങനെയാണെങ്കിൽ ത്വത്പത് പ്രത്യയഗോചരയോഹോ ത്വന്മത് പ്രത്യയഗോചരയോഹോ വരേണ്ടത്. അത് വന്നിട്ടില്ല എന്നുള്ളതിന് എന്ത് ന്യായീകരണം കൊടുക്കും? ലക്ഷ്യത അവച്ഛേദ രൂപത്തിൽ ശബ്ദവും ഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ശബ്ദത്തെ പറയുന്ന സ്ഥലത്ത് ഇനെന്തിൽ വരത്തില്ല? ത്വമാദേശം ഇല്ല. പക്ഷെ ശബ്ദത്തെ പറയാൻ വേണ്ടിയാണോ ഈ പങ്ക്തി വന്നത് ഭാഷ്യത്തില്? അല്ല. പിന്നെ എങ്ങനെ അന്വയിക്കും? അത് യുഷ്മദ് അസ്മദിന് ശേഷം വേറെ പദമുണ്ട്. ഏത്? പ്രത്യയം. ठीके. അപ്പോൾ ആ യുഷ്മദ് അസ്മത് പദം ഉണ്ടല്ലോ, ആ പദത്തിൽ നിന്ന് ജനിക്കുന്ന പ്രത്യയത്തെയാണ് യുഷ്മദ് അസ്മ പ്രത്യയം എന്ന് പറഞ്ഞത്. അതിന്റെ ഗോചരം എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷയം അർത്ഥം കിട്ടും. അങ്ങനെയും ഭാഷ്യത്തെ അന്വയിക്കണം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. സ്വാമിജി, അഹം ജാനാമി എന്ന സ്ഥലത്ത് ജ്ഞാനത്തിന്റെ വിഷയം അഹം ആണോ? അഹം ജാനാമി എന്നുള്ള സ്ഥലത്ത് മോനെ, അതുകൊണ്ടാണ് ഞാൻ സാക്ഷിയൊക്കെ വെച്ചാൽ ഇത് കാര്യം പിടികിട്ടുള്ളൂ എന്ന് പറയുന്നത്. കിം ജാനാസി എന്ന് ചോദിക്കും. കിം ന ജാനാസി, എന്തിനെ അറിയുന്നില്ല, എന്തിനെ അറിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ ഘടം ന ജാനാമി പടം ന ജാനാമി എന്ന് പറയണം, അല്ലെങ്കിൽ ഘടം ജാനാമി പടം ജാനാമി. ഇത് വേറെ സംഭവമാണ്. അപ്പോൾ ജ്ഞാനത്തിന്റെ വിഷയം ഘടപടാദികളാവും. പക്ഷേ അഹം എന്നുള്ളതിന്റെ പ്രകാശം എന്താണെന്നൊരു വിഷയം വേറെ കിടക്കും. അത് സ്റ്റെപ്പ് വേറെയാണ്. അഹം പ്രകാശിക്കുന്നില്ലേ? അഹം ഘടം ജാനാമി എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിന്റെ വിഷയമാണ് ഘടം. അതായത് ഇത് ഘടം എന്ന് പറയുമ്പോൾ ഘടം മാത്രമായിരുന്നു ജ്ഞാനത്തിന്റെ വിഷയം. ഞാൻ ഘടത്തെ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഘടം വിഷയമായതുപോലെ ജ്ഞാനം വിഷയമായി പോയി. ഞാൻ വിഷയമായത് ആർക്കാ? സാക്ഷിക്കാണ്.
സാക്ഷിയുടെ വിഷയമായിക്കൊണ്ട് ഞാൻ പ്രകാശിച്ചിരിക്കുന്നതാണ് ഈ സ്ഥലത്ത്. അതുകൊണ്ടാണ് അവർ കൂടുതലൊന്നും പറയാതെ വിട്ടുകളി ആയിട്ടില്ല. അതുകൊണ്ട് അവർ ടൈം എടുത്തിട്ട് അതിലൂടെ കയറാൻ പറ്റുന്നത്. പാർവതി പണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു സാക്ഷിയുടെ കാര്യത്തിൽ. സാക്ഷിയെ നിങ്ങൾ കണ്ട് 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 ജീവിതം തീരുന്നല്ലാതെ ठीक സാക്ഷിയെ പിടികിട്ടണമെന്ന് ഒരു ഉറപ്പില്ലാത്തൊരു സ്ഥലമാണ്. സാക്ഷിയെ പിടികിട്ടിയാൽ നമ്മുടെ 80% പണി കഴിഞ്ഞു. ठीक ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.